നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഉണ്ണി നമ്പൂതിരിയല്ലേ ആ പോകുന്നത്? കാഴ്ചയിൽ 7 വയസ്സ് പ്രായം തോന്നിക്കും. ഒറ്റ നോട്ടത്തിൽ അറിയാം ആൾ ബ്രഹ്മചാരിയാണെന്ന്. ഒരു കൗപീനം മാത്രമാണ് വസ്ത്രമായിട്ടുള്ളത്. പൂണൂലും കൃഷ്ണാജിനവും ദേഹത്ത് കുറുകെ കിടക്കുന്നു. കൃഷ്ണാജിനം എന്നു പറഞ്ഞാൽ മാൻതോലുകൊണ്ടുള്ള വാറ്, കെട്ടിവെച്ച കുടുമ, മേലാസകലം ഭസ്മലേപനം, കയ്യിൽ പ്ലാശിൻ്റെ ദണ്ണ്. ആ ഉണ്ണിയെ കണ്ടാൽ ആർക്കും ഉണ്ണിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ സാധിക്കുകയില്ല. അത്രയും വശ്യമായ തേജസ് ആ വദനത്തിൽ പ്രസരിച്ചിരുന്നു. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി എന്ന് ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് ആ ബാലൻ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. മുറ്റത്തെ തുളസിത്തറ കണ്ടപ്പോൾ തന്നെ അതൊരു ബ്രാഹ്മണ ഗൃഹമാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. മുറ്റത്ത് നിന്നും ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി എന്ന് ഉച്ചത്തിലുള്ള സ്വരം കേട്ടപ്പോൾ ആ ഇല്ലത്തെ അന്തർജനത്തിന് എന്തെന്നില്ലാത്ത ആധിയായി. അവർ ആകെ സങ്കടപ്പെട്ടു. കാരണം ഭിക്ഷാം ദേഹിയായി മുറ്റത്ത് നിൽക്കുന്ന ബാലന് കൊടുക്കാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഭിക്ഷയ്ക്ക് വന്ന ബാലന് ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കുന്നത് മഹാപാതകമാണ്. സങ്കടം കൊണ്ട് അവർ കരഞ്ഞുപോയി. അവർ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം തപ്പി നോക്കിയപ്പോൾ ഒരു ഉണക്ക നെല്ലിക്ക കിട്ടി. കരഞ്ഞ മുഖമാണെങ്കിലും കൃത്രിമ സന്തോഷം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഉണക്ക നെല്ലിക്കയും കുറച്ച് വെള്ളവും ഉണ്ണിക്ക് കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഉണ്ണി, ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഞാൻ നിസ്സഹായയാണ്. അവരുടെ കരഞ്ഞ മുഖവും മുഷിഞ്ഞുകീറിയ വസ്ത്രങ്ങളും കണ്ടപ്പോൾ തന്നെ അസാമാന്യ ബുദ്ധിശാലിയായ ഉണ്ണിക്ക് അവരുടെ ദയനീയാവസ്ഥ മനസ്സിലായി. അന്തർജനം നൽകിയ ഉണക്ക നെല്ലിക്കയും വെള്ളവും ബഹുമാനപൂർവ്വം അവരിൽ നിന്ന് സ്വീകരിച്ചു. പിന്നെ അവിടെ നടന്നത് ആ അമ്മ സ്വപ്നത്തിൽ പോലും വിഭാവനം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഉണ്ണിയുടെ കണ്ണുകൾ ഊർധ്വമുഖമായി. മുഖത്ത് വല്ലാത്തൊരു തേജസ്. ലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നെല്ലിക്കയും വെള്ളവും മേൽപോട്ടേക്ക് തർപ്പണം ചെയ്യുന്നതേ അന്തർജനം കണ്ടുള്ളൂ. ഉണ്ണിയുടെ നാവിൽ നിന്നും ധാരധാരയായി സംസ്കൃത ശ്ലോകങ്ങൾ പ്രവഹിച്ചു. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായ എന്നു തുടങ്ങി 21 ശ്ലോകങ്ങൾ ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഉണ്ണി ചൊല്ലി. കേവലം 7 വയസ്സുള്ള ബാലൻ ഭക്തിപൂർവ്വം തന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നത് കേൾക്കാതിരിക്കാൻ ലക്ഷ്മി ദേവിക്ക് സാധിക്കില്ലല്ലോ. പെട്ടെന്ന് ആകാശം മിന്നലിൽ കുളിച്ചു. നീലമേഘത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് സാക്ഷാൽ ലക്ഷ്മി ദേവി ആകാശത്ത് തിളങ്ങി. ദേവിയുടെ കൈകൾ ഇല്ലത്തെ മുറ്റത്തേക്ക് നീണ്ടു. അത്ഭുതം! ആലിപ്പഴം പൊഴിയും പോലെ സ്വർണ്ണ നെല്ലിക്കകൾ മുറ്റത്തേക്ക് വർഷിച്ചുകൊണ്ടിരുന്നു. ഉണ്ണി അപ്പോഴും പ്രാർത്ഥന തുടരുകയായിരുന്നു. ഉണ്ണിയുടെ സ്തുതിഗീതം നിന്നു. കനകധാരയും നിന്നു. ഉണ്ണി ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ സ്വർണ്ണ നെല്ലിക്കയെല്ലാം അമ്മയ്ക്കുള്ളതാണ്. എടുത്തുകൊള്ളൂ. ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷമാണ്. ദാനം ചെയ്തും ധർമ്മമനുസരിച്ചും ജീവിക്കുക. പ്രഭാത സൂര്യനെപ്പോലെ തിളങ്ങി നിൽക്കുന്ന ബാലനെ നോക്കി കൈകൂപ്പി നിന്ന ആ അന്തർജനം
വിസ്മയം കൊണ്ട് നിശബ്ദയായി. ഉണ്ണി പടിയിറങ്ങിയിട്ടും അവർക്ക് നാവനക്കാൻ സാധിച്ചില്ല. അന്നു മുതൽ ആ ഇല്ലം സ്വർണ്ണത്തുമന എന്ന് പ്രശസ്തമായി. ഇന്നും ശ്രീശങ്കരൻ്റെ ജന്മദേശമായ കാലടിക്കടുത്ത് സമ്പന്നമായി തന്നെ വർത്തിക്കുന്നു ആ ഇല്ലം. അന്ന് ആ ഉണ്ണി നമ്പൂതിരി ലക്ഷ്മീദേവിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ 21 ശ്ലോകങ്ങളാണ് പിന്നീട് കനകധാരാസ്തവം എന്ന് പ്രസിദ്ധമായത്. പെരിയാറിൻ്റെ പഴയകാലത്തെ പേര് ചൂർണി നദി എന്നായിരുന്നു. ഈ നദിയുടെ തീരത്തായിരുന്നു ശിവഗുരു എന്ന ബ്രാഹ്മണൻ്റെയും ആര്യാമ്പ എന്ന അന്തർജനത്തിൻ്റെയും കൈപ്പിള്ളി ഇല്ലം. ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. പക്ഷേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഇത്ര കാലമായിട്ടും സാധിച്ചിട്ടില്ല. അയൽവീടുകളിലെ കുട്ടികൾ ഇല്ലത്ത് വരുമ്പോൾ ആര്യാമ്പ അവർക്ക് പാൽ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയെല്ലാം സന്തോഷപൂർവ്വം നൽകും. കുട്ടികൾ ഇല്ലത്തെ മുറ്റത്ത് കളിക്കും. ആര്യാമ്പയും അവരോടൊപ്പം കളിക്കാൻ കൂടും. ഇത് കാണുമ്പോൾ ഭർത്താവായ ശിവഗുരുവിന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നും. തങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ലാത്തതിൻ്റെ ദുഃഖം മറക്കാനാണല്ലോ ആര്യാമ്പ ആ കുട്ടികളോടൊപ്പം കളിക്കുന്നത്. ഇല്ലത്തെ പൂജാമുറിയിൽ ആര്യാമ്പയും ശിവഗുരുവും മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ മുഴുകും. എല്ലാ വ്രതങ്ങളും ഉപവാസങ്ങളും മുടങ്ങാതെ അനുഷ്ഠിക്കും. ഒരു കുഞ്ഞിനെ തരാൻ രണ്ടുപേരും ശിവഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ശിവഗുരുവിനൊരു സ്വപ്ന ദർശനം ഉണ്ടായി. സാക്ഷാൽ കൈലാസനാഥൻ പ്രത്യക്ഷമായി ഒരു കുഞ്ഞിനെ താലോലിക്കുവാനുള്ള അവരുടെ പ്രാർത്ഥന കൈലാസനാഥൻ കാരുണ്യപൂർവ്വം കേൾക്കുകയും സന്താനലബ്ധിക്കുള്ള വരം നൽകുകയും ചെയ്തു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ശിവഗുരു ഭാര്യയോട് ഈ സന്തോഷ വർത്തമാനം അറിയിച്ചു. അങ്ങനെ ആ ദമ്പതികളുടെ പ്രാർത്ഥന ഫലിച്ചു. ആര്യാമ്പ ഗർഭിണിയായി. ഒരു ദിവസം ബാലസൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകി. ശിവഭഗവാന്റെ വരപ്രസാദത്തോടെ ലഭിച്ച ഈ കുഞ്ഞാണ് പിന്നീട് ലോകം അറിയപ്പെട്ട ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ തന്നെ അസാധാരണ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നു. എല്ലാവരും കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹിച്ചു. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞിന് ശങ്കരൻ എന്ന് പേരിട്ടു. എല്ലാവരോടും കുഞ്ഞ് നിറഞ്ഞ പുഞ്ചിരി തൂക്കി. 3-ാം വയസ്സിൽ തന്നെ ശിവഗുരു ശങ്കരനെ എഴുത്തിനിരുത്തി. ശങ്കരൻ്റെ വിദ്യാഭ്യാസത്തിനായി ആ ഗുരു ഒരു ഗുരുവിനെ ഏർപ്പാടാക്കി. ശങ്കരൻ്റെ ഗുരു പിതാവായ ശിവഗുരുവിനോട് പറഞ്ഞു, നിന്റെ മകൻ അസാമാന്യ പ്രതിഭാശാലിയാണ്. ഋഗ്വേദത്തിലെ ഒരു ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഓം ഭുർഭുവ സ്വഹ സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ. ഈ ഗായത്രി ചൊല്ലിക്കൊടുത്തപ്പോൾ അവൻ എന്നെ തന്നെ നോക്കി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ അവൻ ആ മന്ത്രം തിരിച്ചു ചൊല്ലി. എന്നു മാത്രമല്ല സ്വരഗാംഭീര്യത്തോടെ അതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അത്ഭുതം കൊണ്ട് ഞാൻ കണ്ണുമിഴിച്ചുപോയി. ശങ്കരൻ്റെ ഗുരുവാകാൻ കഴിഞ്ഞതിൽ ഞാൻ മഹാഭാഗ്യവാനാണ്. ഈ കാര്യം മറ്റുള്ളവരോട് പറയാനും അദ്ദേഹം മടി കാണിച്ചില്ല. ഇത് കേട്ടപ്പോൾ ശിവഗുരുവിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറഞ്ഞൊഴി. 5-ാം വയസ്സിൽ ശങ്കരൻ്റെ ഉപനയനം കഴിക്കണമെന്ന് ശിവഗുരു ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ശങ്കരന് 3 വയസ്സും കുറച്ച് മാസങ്ങളും കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭർത്താവിൻ്റെ അകാല മരണം ആര്യാമ്പയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ കാലം ദുഃഖത്തിന് ശാന്തി വരുത്തുമല്ലോ. ഭർത്താവിൻ്റെ മരണം ആര്യാമ്പ ഉൾക്കൊണ്ടു. ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകണം. 4-ാം വയസ്സിൽ അവർ ശങ്കരനെ ഗുരുകുലത്തിലേക്ക് അയച്ചു. ഒരു വ്യക്തി തൻ്റെ പാണ്ഡിത്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും അസാമാന്യ പ്രതിഭാശാലിയാണെന്ന് സമൂഹം വിലയിരുത്തിയേക്കാം. എന്നാൽ
ഇതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. അതിന് ജനങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. കുട്ടിക്കാലത്ത് തന്നെ ശങ്കരന് അതിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കാലടിയിലും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ ശങ്കരനെ അത്യധികം സ്നേഹിച്ചത്. ഒരു സായം സന്ധ്യയിൽ സഹ്യപർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന പെരിയാർ നദിയിൽ കുറച്ചു ബാലന്മാരും നീന്തിക്കളിക്കുന്നുണ്ടായിരുന്നു. 8 വയസ്സ് പ്രായമുള്ള ശങ്കരനും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ അമ്മമാർ നദിക്കരയിൽ വസ്ത്രങ്ങൾ അലക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് നദിയിൽ നിന്നും കൂട്ടനിലവിളി ഉയർന്നു. അമ്മേ, ശങ്കരനെ മുതല പിടിച്ചിരിക്കുന്നു. ഇത് കേട്ടതോടെ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളും പരിസരവാസികളും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ശങ്കരൻ്റെ അമ്മ ആര്യാമ്പ ഇടിവെട്ടേറ്റതുപോലെ നിശ്ചലയായി. പെട്ടെന്നുള്ള ഞെട്ടലിൽ നിന്നും മുക്തയായപ്പോൾ അവരും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ശങ്കരൻ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് കരയിലേക്ക് നീന്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മുതല ശങ്കരനെ നദിയുടെ കയത്തിലേക്ക് പിറകോട്ട് വലിക്കാനും ശ്രമിച്ചു. ഈ സാഹചര്യത്തിൽ ശങ്കരൻ അമ്മയോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അമ്മേ, ശിവഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കൂ. മുതലയുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടാൽ എന്നെ സന്യസിക്കാൻ അനുവദിക്കുമെന്ന് പ്രാർത്ഥിക്കൂ. കേവലം 5 വയസ്സുള്ളപ്പോൾ തന്നെ ശങ്കരൻ അമ്മയോട് അപേക്ഷിക്കാറുണ്ടായിരുന്നു, തന്നെ സന്യസിക്കാൻ അനുവദിക്കണമെന്ന്. പക്ഷേ ആ സമയത്ത് ആര്യാമ്പ ശങ്കരൻ്റെ അപേക്ഷകൾക്കൊന്നും ചെവി കൊടുത്തില്ല. കാരണം കുട്ടികളാവുമ്പോൾ അവർക്ക് പലതും തോന്നും. പിന്നെ തൻ്റെ ഭർത്താവായ ശിവഗുരു സ്വർഗം പൂകിയിരിക്കുന്നു. തനിക്കാകെയുള്ള ഈ മകൻ തന്നെ വിട്ടു പിരിഞ്ഞ് സന്യാസത്തിന് പോകണമെന്ന് പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും സമ്മതിക്കാൻ പറ്റുമോ? എന്നാൽ ഈ സാഹചര്യത്തിൽ ആര്യാമ്പയ്ക്ക് തൻ്റെ മകൻ്റെ ജീവനാണ് വലുത്. അവർ ഉടൻ തന്നെ മഹാദേവനോട് മനമുരുകി പ്രാർത്ഥിച്ചു, ഹേ മഹാദേവ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം. ഞാൻ അവനെ സന്യസിക്കാൻ അനുവദിക്കാം. അമ്മയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ടു. പെട്ടെന്ന് മുതലയുടെ വായിൽ നിന്നും ശങ്കരൻ രക്ഷപ്പെട്ട് കരയ്ക്ക് നീന്തിക്കയറി. ആര്യാമ്പ ശങ്കരനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടി. പിന്നെ കുറച്ചു കാലത്തേക്ക് ഈ സംഭവമായിരുന്നു എല്ലാവരുടെയും സംസാര വിഷയം. ആര്യാമ്പ ശിവഭഗവാന് കൊടുത്ത വാക്ക് പാലിക്കാൻ നിർബന്ധിതയായി. ആര്യാമ്പയും ശങ്കരനും ഇല്ലത്ത് തിരിച്ചെത്തിയ രാത്രി തന്നെ ശങ്കരൻ അമ്മയോട് താൻ നാളെ തന്നെ സന്യസിക്കാൻ പോവുകയാണെന്നും അമ്മ അതിന് അനുവദിക്കണമെന്നും പറഞ്ഞു. തനിക്ക് ഭിക്ഷ തരുന്നതിന് യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തണം. അതിന് ഭിക്ഷാംദേഹിയായ യാത്ര പോവുക തന്നെ. ഈ ആവശ്യം അമ്മയെ അറിയിച്ചപ്പോൾ അമ്മ നിസ്സഹായയായി കരയുകയാണ്. അമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ശങ്കരന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അമ്മയെ ആശ്വസിപ്പിക്കാൻ ശങ്കരൻ വളരെ പാടുപെട്ടു. ശങ്കരൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചത്. ഇത് ഈശ്വര നിശ്ചയമായിരിക്കും. അമ്മയൊരിക്കലും ദുഃഖിക്കരുതെന്ന് മാത്രമല്ല, എൻ്റെ ഈ തീരുമാനത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിക്കുകയുമാണ് വേണ്ടത്. കാരണം സ്വാർത്ഥതയിൽ ജീവിതം ചുരുങ്ങിപ്പോകരുത്. ഓരോ വ്യക്തിക്കും സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. മാനവസേവ തന്നെയാണ് മാധവ സേവയെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ നിറഞ്ഞ മനസ്സോടെ പോകാൻ അനുവദിക്കണം. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ അമ്മ എന്നെ ഓർമ്മിക്കുന്ന നിമിഷത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞാൻ ഉടൻ തന്നെ ഇവിടെ എത്തി മകൻ്റെ ധർമ്മങ്ങൾ നിറവേറ്റും. ഇത് കേട്ടപ്പോൾ ആര്യാമ്പയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലാഞ്ചന പ്രകടമായി. അമ്മ ആവശ്യപ്പെടുന്ന നിമിഷം
കാലടിയിൽ എത്തിക്കൊള്ളാമെന്ന് ശങ്കരൻ അമ്മയോട് സത്യം ചെയ്തു. ആ രാത്രി മുഴുവൻ ആര്യാമ്പയ്ക്ക് ഉറക്കമില്ലായിരുന്നു. കൊല്ലങ്ങളോളം വ്രതങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിച്ച് ശിവഭഗവാന്റെ വരപ്രസാദത്താൽ ലഭിച്ച തൻ്റെ 8 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ ഓമനപുത്രൻ വിട്ടുപിരിയുകയാണ്. അത് ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? മകൻ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് ആ മാതാവ് ഉറക്കമൊഴിച്ചിരുന്നു. പുലർകാലമായപ്പോൾ അമ്മ ഉറങ്ങിപ്പോയി. ശങ്കരൻ രാവിലെ തന്നെ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ചെറിയൊരു ഭാണ്ഡക്കെട്ടിലാക്കി. അതിനുശേഷം ഉറങ്ങുന്ന അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അമ്മ ഉറങ്ങുമ്പോൾ തന്നെ പുറപ്പെടുന്നതാണ് നല്ലതെന്ന് ശങ്കരന് തോന്നി. ഉണർന്നു കഴിഞ്ഞാൽ സങ്കടം കൊണ്ട് നിലവിളിച്ച് തൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ശങ്കരൻ പിതാവിൻ്റെ കുഴിമാടത്തിൽ കൈകൾ കൂപ്പി മുറ്റത്തെ തുളസിത്തറയിൽ പ്രദക്ഷിണം ചെയ്ത് യാത്രയായി. ഗ്രാമങ്ങളും ചെറുപട്ടണം കടന്ന് യാത്ര തുടങ്ങി. ശ്രേഷ്ഠനായ ആചാര്യനെ തേടിയാണ് ശങ്കരൻ്റെ യാത്ര. പല ദിക്കുകളിലും സന്യാസം നൽകാൻ കഴിയുന്ന ആചാര്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെയൊന്നും ശങ്കരൻ സമീപിച്ചില്ല. 8 വയസ്സേ പ്രായമുള്ളൂവെങ്കിലും ശങ്കരൻ അസാമാന്യ പ്രതിഭാശാലിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഉത്തമനായ ആചാര്യനിൽ നിന്നു തന്നെ സന്യാസം സ്വീകരിക്കണമെന്ന് ശങ്കരൻ ആഗ്രഹിച്ചിരുന്നു. പല ഗുരുക്കന്മാരുടെയും അടുക്കൽ ശങ്കരൻ എത്തി. അവരുമായി ആശയവിനിമയം നടത്തി. വേദങ്ങളിലും ഉപനിഷത്തുകളിലും തർക്കശാസ്ത്രങ്ങളിലും ശങ്കരൻ്റെ അപാരമായ അറിവ് അവരെ വിസ്മയിപ്പിച്ചു. 8 വയസ്സിന് മുൻപ് തന്നെ ശങ്കരൻ ഇവയിലെല്ലാം അസാമാന്യ പരിജ്ഞാനം സമ്പാദിച്ചിരുന്നു. പല ഗുരുക്കന്മാരും ശങ്കരനെ ഒരു അത്ഭുത ബാലനായി കണക്കാക്കി. 8 വയസ്സുള്ള ശങ്കരനെ തങ്ങളുടെ ഗുരുവായി കിട്ടാൻ പലരും ആഗ്രഹിച്ചു. പക്ഷേ സന്യാസ ദീക്ഷ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ശങ്കരൻ ഒഴിഞ്ഞുമാറി. ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആണ് ശങ്കരൻ്റെ യാത്ര. രാവിലെയും വൈകുന്നേരവും സ്നാനവും ജപവും. ഭിക്ഷ കിട്ടുന്ന വസ്തു കൊണ്ട് ഉച്ചയ്ക്ക് ആഹാരം. ഗോകർണത്തിൽ എത്തിയപ്പോഴാണ് ശങ്കരന് ഗോവിന്ദഗുരുവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. കേട്ടിടത്തോളം അദ്ദേഹം തൻ്റെ സങ്കല്പത്തിലെ ഗുരുവാണെന്ന് ശങ്കരന് തോന്നി. നർമ്മദാ നദിയുടെ തീരത്ത് എവിടെയാണ് അദ്ദേഹം വസിക്കുന്നതെന്ന് ചിലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷേ കൃത്യമായ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം ആർക്കും അറിയില്ല. നർമ്മദയുടെ തീരത്ത് മാഹിഷ്മതി എന്ന സ്ഥലത്ത് എവിടെയോ വസിക്കുന്ന ഗോവിന്ദപാദരെ ദർശിക്കുവാനുള്ള ഭാഗ്യം തനിക്ക് ഉടൻ തന്നെ കൈവരുമെന്ന വിശ്വാസത്തിൽ ശങ്കരൻ യാത്ര തുടർന്നു. മാഹിഷ്മതിയിൽ എത്തിയ ശങ്കരൻ തൻ്റെ അന്വേഷണം തുടർന്നു. 8 വയസ്സുള്ള ഒരു ബാലയോഗി ഗോവിന്ദപാദരെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെയുള്ളവർക്കെല്ലാം കൗതുകമായി. വർഷങ്ങളോളം യോഗവിദ്യയും ആത്മീയതയും പഠിച്ചവർ പോലും ഗോവിന്ദപാദരുടെ അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തേജസ്സിന് മുന്നിൽ നിൽക്കാൻ പ്രയാസപ്പെട്ടു. അപ്പോഴാണ് ഒരു ബാലൻ ഗുരുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഒരു വൃദ്ധൻ ശങ്കരനോട് പറഞ്ഞു, നീ അസാമാന്യ ചൈതന്യമുള്ളവനാണ്. സന്യാസിയാകാൻ സർവഥാ യോഗ്യനാണ്. നർമ്മദയ്ക്ക് കിഴക്ക് ഓങ്കാരനാഥം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ദിവ്യനായ ഒരു യോഗിവര്യൻ വസിക്കുന്നുണ്ട്. ചിലപ്പോൾ നീ അന്വേഷിക്കുന്ന ഗോവിന്ദപാദർ ഇദ്ദേഹം തന്നെയായിരിക്കും. ഈ വൃദ്ധൻ്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ശങ്കരൻ അവിടേക്ക് യാത്രയായി. അക്കാലത്ത് ഭാരതം മുഴുവൻ പേരുകേട്ട ഒരു യോഗിയായിരുന്നു ഗോവിന്ദപാദർ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ചന്ദ്രശർമ്മൻ എന്നായിരുന്നു.
ഗോവിന്ദഗുരുവിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം എവിടെയാണ് വസിക്കുന്നതെന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. ഏതായാലും ശങ്കരൻ ഓങ്കാരനാഥിലേക്ക് പുറപ്പെട്ടു. ഉയരമുള്ള പർവ്വത ശിഖരത്തിൻ്റെ ഉച്ചിയിലായിരുന്നു ഓങ്കാരനാഥ്. 8 വയസ്സുള്ള ബാലയോഗിയായ ശങ്കരൻ കഷ്ടപ്പെട്ട് കൊടുമുടി കയറി ഓങ്കാരനാഥിലെത്തി. അവിടെ തീർത്ഥയാത്രയ്ക്ക് വന്നവർ ധാരാളമുണ്ടായിരുന്നു. ശങ്കരൻ ശിവദർശനം നടത്തി കണ്ണീരോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, തനിക്ക് ഗുരുദർശനം സാധ്യമാക്കി തരണം. ദർശനം കഴിഞ്ഞ് അവിടെ കൂടിയിരിക്കുന്ന പലരോടും ശങ്കരൻ ഗോവിന്ദപാദരെക്കുറിച്ച് അന്വേഷിച്ചു. അവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ ചിലർ ശങ്കരനോട് പറഞ്ഞു, ഓങ്കാരനാഥിനടുത്ത് കുറച്ച് സന്യാസിമാർ വസിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ഗോവിന്ദപാദരെക്കുറിച്ച് അറിയാമായിരിക്കും. ശങ്കരൻ സന്തോഷത്തോടെ അവർ പറഞ്ഞ സ്ഥലത്തെത്തി. പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം സമതലമായിരുന്നു. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം. അവിടെ നിരവധി ആശ്രമങ്ങളും സന്യാസിമാരും ഉണ്ടായിരുന്നു. 8 വയസ്സുള്ള ബാലയോഗിയായ ശങ്കരൻ്റെ തേജസ് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ശങ്കരന് ചുറ്റും കൂടി വന്ന കാര്യം അന്വേഷിച്ചു. ശങ്കരൻ ഗോവിന്ദപാദരെ തേടിയാണ് വന്നതെന്നറിഞ്ഞപ്പോൾ അവർ മറുപടി നൽകി. തൊട്ടടുത്ത് ഒരു ഗുഹയിൽ ഒരു ഋഷിവര്യൻ ധ്യാനത്തിലിരിക്കുന്നുണ്ട്. കുട്ടി അന്വേഷിക്കുന്ന ഗോവിന്ദപാദരാണ് അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ ചെന്നതാണ്. കൺ തുറന്നാൽ മാത്രമേ അനുഗ്രഹം വാങ്ങാൻ കഴിയുകയുള്ളൂ. അതും പ്രതീക്ഷിച്ചാണ് ഞങ്ങളിവിടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇത് കേട്ട ശങ്കരൻ ഗുഹയിലേക്ക് നടന്നു. ശങ്കരൻ്റെ പ്രവൃത്തിയിൽ കൗതുകം പൂണ്ട സന്യാസിമാരും ശങ്കരൻ്റെ കൂടെ ഗുഹാമുഖത്തേക്ക് ചെന്നു. ഗുഹ ചെറുതാണ്, ഒരാൾക്ക് നിവർന്നിരിക്കാം. അവിടെ പ്രസരിക്കുന്ന സുഗന്ധം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഏകവസ്ത്രധാരിയായ ശങ്കരൻ ഗുഹയിലേക്ക് കടന്നു. കൂടെ ചെന്ന സന്യാസി ശ്രേഷ്ഠന്മാർ പുറത്തു നിന്നു. ഭസ്മാസനത്തിൽ ഇരിക്കുന്ന അപൂർവ തേജസ്സുള്ള യോഗിവര്യൻ. താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു ഇദ്ദേഹം തന്നെയാണെന്ന് ശങ്കരൻ ഉറച്ചു വിശ്വസിച്ചു. അസാധാരണമായ ദിവ്യ തേജസ് ആ യോഗിവര്യനിൽ നിന്നും പ്രസരിക്കുന്നതായി ശങ്കരന് തോന്നി. അല്പസമയം സമാധിയിലിരിക്കുന്ന യോഗിവര്യനെ നോക്കി ശങ്കരൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. മനോഹരമായ സ്തുതിഗീതം ശങ്കരനിൽ നിന്നും നിർഗളിച്ചപ്പോൾ ചുറ്റുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും പരിസരം മറന്നു. ആശ്ചര്യം. കണ്ണുകളടച്ച് ധ്യാനത്തിൽ ഇരിക്കുന്ന യോഗിവര്യൻ പതുക്കെ തൻ്റെ കണ്ണുകൾ തുറന്നു. തൻ്റെ മുൻപിൽ സ്തുതിച്ചു നിൽക്കുന്ന ബാലനായ ശങ്കരനെ കണ്ടു. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. യോഗിവര്യനിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു, നീ ആര്? ഈ ചോദ്യത്തിന് ഉത്തരമായി ശങ്കരൻ 10 സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി ഞാൻ ആരാണെന്ന് വ്യക്തമാക്കി. ശങ്കരൻ പറഞ്ഞു, ഞാൻ വായുവല്ല, ആകാശമല്ല, ബുദ്ധിയല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ഇവയ്ക്കെല്ലാം സാക്ഷ്യം വഹിക്കുന്ന ആത്മാവാണ് ഞാൻ. ഇങ്ങനെ ഉത്തരം നൽകി യോഗിവര്യൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. താൻ എത്രയോ നാളായി കാത്തിരിക്കുന്ന ഒരാളെ കണ്ടുകിട്ടിയ സന്തോഷത്തോടെ ഗോവിന്ദപാദർ ശങ്കരനെ സ്വീകരിച്ചു. മറ്റ് സന്യാസിമാരും ഈ സമയത്ത് ഗുരുവിനെ നമസ്കരിച്ചു. ഓങ്കാരനാഥിലാകെ ഈ വാർത്ത പരന്നു. പ്രായം കൊണ്ട് ബാലനും ജ്ഞാനം കൊണ്ട് വൃദ്ധനുമായ ശങ്കരനെ ഗോവിന്ദപാദർ സന്യാസ ദീക്ഷ നൽകി സ്വീകരിച്ചു. അവിടെ എത്തിച്ചേർന്ന പലരും സന്യാസം സ്വീകരിച്ച് ഗോവിന്ദപാദരുടെ ശിഷ്യരായി. ആ കൂട്ടത്തിൽ പ്രഥമഗണനീയൻ ശങ്കരൻ തന്നെയായിരുന്നു. ഗുരുപരിചര്യ ചെയ്ത് ശങ്കരൻ ഓങ്കാരനാഥിൽ വസിച്ചു. ശങ്കരൻ കർമ്മ സന്യാസ യോഗമാണ് സ്വീകരിച്ചത്.
കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശങ്കരൻ്റെ തീക്ഷ്ണബുദ്ധി ഗുരുവിന് ബോധ്യമായി. ആദ്യം പരാമർശിച്ചതുപോലെ ദിവസങ്ങളോളം പറഞ്ഞാലും ആചാര്യസ്വാമികൾ കാണിച്ച അത്ഭുതങ്ങൾ തീരുകയില്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സ്വാമികൾ ശൃംഗേരിയിൽ താമസിച്ച് അധ്യാപനം നടത്തുന്ന കാലം പെട്ടെന്ന് സ്വാമികൾക്ക് അമ്മ തന്നെ സ്മരിക്കുകയാണെന്ന് ഉൾവിളിയുണ്ടായി. അമ്മ തന്നെ സ്മരിക്കുമ്പോൾ ഉടൻ ഇവിടെ എത്തുമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തത് സ്വാമികൾക്ക് ഓർമ്മ വന്നു.